ഹലോ, ക്രേസി കപ്പിൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് മൂന്നാറിലാണ് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് മാങ്കുളം റിസോർട്ടിലെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ അങ്ങനെ മൂന്നാറിൽ എത്തിയിരിക്കുകയാണ്. 12:30 ഡബിൾ ഡെക്കറിൽ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളിത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ സമയം ഏകദേശം 11 മണി ആവാറായിട്ടുണ്ട്. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിപ്പോ ഇത് ടാറ്റ ടീ എസ്റ്റേറ്റ് അവിടെ എത്തിയേക്കാണ്. അപ്പൊ അകത്തേക്ക് പ്രവേശനമില്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അവിടെ അവര് തേയിലയൊക്കെ നുള്ളുന്ന കാഴ്ചകളാണ് ഇവിടെ. കാരണം നീങ്ങി കേട്ടോ, ശരിക്കും നല്ല വെയിൽ. എങ്ങോട്ടാണാവോ തള്ളയും മക്കളും കൂടി പോണേ? നമ്മളിവിടെ മൂന്നാറിലുള്ളൊരു വ്യൂ പോയിന്റിൽ എത്തിയേക്കാണ്. അവിടെ തേയില നുള്ളിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആരാ നുള്ളിക്കൊണ്ടിരിക്കണു? അപ്പൊ അതിന്റെ ആ ഒരു തേയില നുള്ളി ഓരോന്ന് ചാക്കിലാക്കി പാക്ക് ചെയ്ത് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയ വണ്ടിയാണ് കണ്ടത്. അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ഈ സൈഡിൽ നിർത്തിയിട്ട് വന്നതാണ് കേട്ടോ. തേയിലത്തോട്ടത്തിന്റെ നടുക്ക്. സ്ഥലം ഏതാണെന്ന് അറിയില്ല. ഇത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഒന്നും ഇല്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ തേയില നുള്ളുന്ന ആ ഇതില്ലേ, അതേപോലെയൊക്കെ നിർത്തിയിട്ട് അവിടെ ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അങ്ങനെ ഇപ്പൊ സമയം 12:10 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഡബിൾ ഡെക്കർ ബസ് എത്തിയേക്കാണ്. ഇതിലാണ് നമ്മളിനി മൂന്നാറുള്ള കാഴ്ചകളെല്ലാം കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്കിനി ബാക്കി കാഴ്ചകളെല്ലാം ഇതിന്റെ മുകളിൽ ഇരുന്നിട്ട് കാണാം. അങ്ങനെ നമ്മള് മൂന്നാർ ടൗണിലൂടെ ബസ് ഇപ്പൊ എടുത്തേ ഉള്ളൂ. ടൗണിലൂടെ പോവാണ്. പൂപ്പാറ, തേനി, ഏത് റൂട്ടാ ഇത് പോണേ? ഓ, ഇതില് പാട്ടൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടോളൂ കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കൊന്നും പറഞ്ഞ് അത് തടസ്സപ്പെടുത്തുന്നില്ല. പോരാത്തതിന് ഇതിൽ പാട്ടും വെച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഒക്കെ കഴിഞ്ഞ് നമ്മള് ഗ്യാപ്പ് റോഡ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. ഇത് ക്യാമറയിലൂടെ കാണുന്ന എത്രത്തോളം ഒരു ഭംഗിയുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ടുള്ള അടിപൊളിയാണ്. ഏറ്റവും ടോപ്പിൽ ഇരുന്നിട്ട്. കാര്യം നമ്മള് 12:30 ട്രിപ്പാണ് എടുത്തേക്കണെങ്കിലേ വെയിലുണ്ട്, പക്ഷെ വെയിലിന് ചൂടില്ല. സൂപ്പറാണ്, ഒന്നും പറയാനില്ല. അടിപൊളി കാഴ്ചകളാണ്. ഓപ്പോസിറ്റ് വണ്ടിയൊക്കെ വരുമ്പോഴേ എന്ത് ചെറുതാന്ന് തോന്നുന്നത്. നമ്മൾ ഏറ്റവും ടോപ്പിൽ ഇരിക്കണോണ്ട് അത് ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നിട്ട് കേട്ടോ. നിങ്ങൾ വരികയാണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിലത്തെ 4 സീറ്റ് തന്നെ അതിലുള്ളതിൽ ബുക്ക് ചെയ്യാൻ നോക്കൂ കേട്ടോ. അവിടെ ആ മലയില് കോട പൊങ്ങിയേക്കണ മലയില് എല്ലാ ദിവസവും തന്നെ അതേന്നാ അവര് പറഞ്ഞേട്ടോ. ഒരു 3 മണി കഴിഞ്ഞാൽ തുടങ്ങും മഴ. എങ്ങും ഈ ഒരു പച്ചപ്പും മലനിരകള്, കാടും കാട്ടരുവികളും പുഴയും മഞ്ഞും, അതിനിടയില് മുറുക്ക് തിന്നണ സൗണ്ടും. ഒന്നും പറയാനില്ലാത്ത കാഴ്ചകൾ. എന്റെ അമ്മോ, അതന്നെ. ഇത് നിങ്ങൾ കണ്ടാ മതിയോ. അയ്യോ, ഫോട്ടോഷൂട്ട് ഏരിയ. അതെ, അതാണ് ഇത്രയും വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിട്ട് അതായത് ഫോട്ടോ പോയിന്റ്. ഞാൻ തോന്നുന്നു ഫോട്ടോഷൂട്ട് ഏരിയ. ആ, ഫോട്ടോ പോയിന്റിലല്ലേ. അതും കാര്യം, നമ്മളിപ്പോ കാറിൽ വന്നാലും എങ്ങനെ വന്നാലും ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇതൊരു വേറിട്ട അനുഭവം തന്നെയാണ് കേട്ടോ. ഡബിൾ ഡെക്കർ ശരിക്കും. ഏറ്റവും മുകളിലത്തെ സീറ്റില് പറഞ്ഞാൽ ടോപ്പില് ഒരാൾക്ക് എത്രയും 400 അല്ലേ? 400 രൂപ. പക്ഷെ ഒരു നഷ്ടവും ഇല്ല. താഴെ 200. പക്ഷെ കുഴപ്പമൊന്നുമില്ല.
അത് ഏറ്റവും എന്താ പറയണേ, മുകളില് ഏറ്റവും ഫ്രണ്ടിൽ ഇങ്ങനെ, അതാ ഉദ്ദേശിച്ചേ. എന്നാ ഡ്രൈവറെ ഫ്രണ്ടിൽ അല്ല, ഇതിപ്പോ അങ്ങനെ തോന്നുന്നു. കാരണം നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴല്ലോ, അയ്യോ ഡ്രൈവർ ഒന്നും ഇല്ലാത്ത വണ്ടി തന്നെ പോകുന്നൊരു ഫീല്. വണ്ടി തന്നെ ഇങ്ങനെ പോകണം. നേരെ നോക്കുമ്പോ റോഡാണ് താഴെ. ഒരു പൊടിക്ക് കുറയ്ക്കാല്ലേ. ഓ സൂപ്പർ. തണുത്തൊരു കാറ്റും കൂടെ അടിക്കുമ്പോഴത്തേക്കും കാഴ്ചകളൊക്കെ കണ്ട്. നമ്മുടെ ഡബിൾ ഡക്കറിന്റെ ബാക്ക് സൈഡ് നോക്കിക്കേ, മുകളിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇറങ്ങി വന്നതും. 5 മിനിറ്റ് സമയം ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് വ്യൂ പോയിന്റ് എത്തിയിട്ടോ. അടിപൊളിയാണ്. നമുക്ക് ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാം. സൂപ്പർ, അടിപൊളി കേട്ടോ, അടിപൊളി, ഒന്നും പറയാനില്ല. ആഹാ, ഒന്ന് അടുത്ത് ഒന്ന് കാണിച്ചു നോക്കൂ. എല്ലാത്തിനും ഇങ്ങനെ വ്യൂ പോയിന്റ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ, പ്രത്യേകിച്ച് പേരൊന്നുമില്ല. കാഴ്ച പോയിന്റ്. ആ വെയിലിന്റെ ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് അങ്ങേയറ്റത്തെ ആ മല, അതിന്റെ മുകളിലുള്ള മരങ്ങൾ ഉൾപ്പെടെ. ഫോട്ടോ പോയിന്റ്. അങ്ങനെ 5 മിനിറ്റ് സമയം ഇവിടെ തന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? വെറുതെ ചിരിച്ചോണ്ടിരിക്കാനല്ല പറഞ്ഞ, ഇത് എനിക്ക് വാക്കുകൾ പോലും കിട്ടണില്ല, അത്രയും. ഒരു അമ്മച്ചി വട്ടം ചാടിയല്ലോ. ഇന്നലെ മാങ്കുളത്ത് ഉണ്ടായ പോലെ തന്നെ ഇന്ന് ഇവിടെയും മഴ ചിലപ്പോ നേരത്തെ ആവും കേട്ടോ. 1:20 ആയിട്ടുണ്ട്. ഇന്നലെ 3 മണിയോടൊക്കെ കൂടിയായിരുന്നു മാങ്കുളത്ത് മഴ വന്നേക്കുന്നത്. വെയിലൊക്കെ മാഞ്ഞു. കുട്ടികൾ അവര് തന്നെ സെൽഫി എടുക്കുന്നതും ഇൻസ്റ്റയില് സ്റ്റോറി ഇടുന്നതിന്റെയും തിരക്കിലാണ്. 2 ആളുകൾ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് റേഞ്ച് ഉണ്ടോ എന്നാണ് അവര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോ എടുക്കാ ഇടുക. എങ്ങനെയുണ്ടാ? മുടിയൊക്കെ ശരിക്കും ഒതുക്കി വെക്കുക. നമുക്കൊരു സെൽഫി എടുക്കാം. റോക്ക് കേവ്. റോക്ക് കേവ്. നമുക്ക് ഇതിന്റെ അകത്തൂടെ കയറാം. കയറട്ടെ? പറഞ്ഞോളൂ. റോക്ക് കേവോ? എന്റെ വയറും വെച്ച് കയറിപ്പോയാൻ പറ്റുമോ? അവിടുന്ന് ഇവിടുന്ന് ആളുകൾ വരണുണ്ട്. ഞാൻ അതുകൊണ്ട് കയറുന്നില്ല കേട്ടോ. പകുതി വരെ വരുന്നുള്ളൂ. ഇതിലെ തന്നെയല്ലേ വരണതും. എൻട്രി ആൻഡ് എക്സിറ്റ് അകത്തേക്ക് പോയിട്ടുണ്ട്. വരുന്നുണ്ട് ആളുകള്. എന്താ എൻട്രി ആൻഡ് എക്സിറ്റ് ഒരു ഇതല്ലേ ഉള്ളൂ. നമ്മൾ പകുതി വരെ എത്തുമ്പോ ഓപ്പോസിറ്റ് ആളുകൾ വരും. അപ്പൊ ചിലപ്പോ അവിടെ സ്ട്രക്ക് ആവും. ഇങ്ങനെ ഇരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നേരെ കടന്നു പോകും. നമ്മളാവുമ്പോ ചിലപ്പോ സ്ട്രക്ക് ആവും. പൈനാപ്പിൾ കഴിക്കാം. പൈനാപ്പിൾ വേണം, മാങ്ങ വേണം. ഇവർക്ക് എന്തെങ്കിലും കാരണം ഇവിടെ എന്താ ഉള്ളേ നോക്കാം നമുക്ക്. അവിടെ ബിരിയാണി. പൈനാപ്പിൾ വേണേ ഒരു. മുളക് ഇത്തിരിട്ട്. എന്താ പറഞ്ഞേ? എത്രയാ? 30. ഇങ്ങനിപ്പോ എന്താ വാങ്ങാ? ഇതന്നെ മതിയല്ലേ? ചോളം വേണ്ടല്ലോ. അദ്വൈത് ചോളം വേണോ? കണ്ണം മാറി അദ്വൈതയോ? ഇടയ്ക്ക് അങ്ങനെ വിളിച്ച. ഇതിനെ കൊടുത്തേക്കൂട്ടോ ക്യാമറാമാൻ. 30 രൂപ. ഓരോടും പറയൂ, അതിലുണ്ടോ? പിന്നെ അവിടെ നമുക്ക് മാങ്ങയും കൂടെ വാങ്ങാം. அந்த டேபிள தட்டிடுவானுங்க தட்டினா கீழே உண்டு பாப்பா. ഇവിടെ കാണുന്നതാണ് ആനയിറങ്കൽ ഡാം. നമ്മളിനി അടുത്തത് അവിടേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് വ്യൂ പോയിന്റിലാണ് എത്തി നിൽക്കുന്നത് കേട്ടോ. അടിപൊളിയാണ്. ഇപ്പൊ കണ്ടതിലേക്കും വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. കുറേ തേയിലത്തോട്ടങ്ങളുടെ നടുക്ക് ഫ്രീ ആക്കി അങ്ങോട്ട് വിട്ടേക്കാണ്. ഫോട്ടോസ് എടുക്കാനും റീൽസിനും ആകെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആനയിറങ്കൽ ഡാം നമ്മള് ഇറങ്ങിയില്ല കേട്ടോ. അവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് മാത്രം കാണിച്ചതേ ഉള്ളൂ.
ഇവിടെയും കാട്ടാനകളുടെ മുന്നറിയിപ്പൊക്കെ വാർണിംഗ് ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ സൂപ്പറാണ്, നോക്കൂ. നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ. ഓ സൂപ്പർ കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട്. നിങ്ങളുടെയും എടുക്കാം, വരൂ. നിങ്ങൾ ഇവിടെ നിന്നോ, എന്നാ അവിടെ നിന്നോ, ഇവിടെ നിന്നിട്ട് എടുക്കാം. സൂപ്പറായിരിക്കും, അടിപൊളി. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ വണ്ടിയും കിടപ്പുണ്ട്. ഡബിൾ ഡെക്കർ എന്തായാലും നന്നായിട്ടോ. കാര്യം KSRTC നഷ്ടത്തിലാന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ടൊക്കെ എന്തായാലും ഇപ്പൊ തന്നെ കുറേ ഉല്ലാസയാത്ര ട്രിപ്പ്, ഇതെന്തായാലും അവർക്ക് ലാഭം തന്നെയാണ്. അങ്ങനെ നമ്മള് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ സമയം 3:40 ആയിട്ടുണ്ട്. ഇനി വേണം ഭക്ഷണം കഴിക്കാനായിട്ട് പോവാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി എന്താണെന്നുള്ളത് അടുത്തത് അന്നേരം നോക്കാം കേട്ടോ. പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ വിശക്കുന്നുണ്ട് കുട്ടികൾക്കായാലും. പോയി ഫുഡ് കഴിക്കട്ടെ കേട്ടോ.